ഓഫീസ് ഒക്കെ വെയർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഇന്നോവയ കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പ് നമ്മുടെ ചേലക്കരയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ. ലേഡി ബഗ് ലിങ്കറി ആൻഡ് ഇന്നോവയ സ്റ്റോർ ചേലക്കര. ഫോട്ടോഷൂട്ടും മോഡലിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻവിസിബിൾ ബ്രാ, പിന്നെ ബിഗിനേഴ്സിന് പറ്റിയ സ്പോർട്സ് ബ്രാ, അതിൽ തന്നെ പുഷപ്പ്, നോൺ പുഷപ്പ്, സീംലെസ്, ഫുൾ കവേർഡ് കളക്ഷൻസും ഇവിടെയുണ്ട്. പിന്നെ ഇമ്പോർട്ടഡ് ക്വാളിറ്റിയിലുള്ള ബ്രാലെറ്റ്സ്, പാൻറ്റീസിലും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ വെസ്റ്റേൺ ഡ്രസ്സിനൊക്കെ മാച്ച് ആവുന്ന ഫുൾ ആൻഡ് ഹാഫ് സ്ലിപ്സ്, അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള കോട്ട് സെറ്റ്സും ഇവിടെയുണ്ട് കേട്ടോ. പിന്നെ സാരി കൊടുക്കുമ്പോൾ പെർഫെക്റ്റ് ഷേപ്പ് വരുന്ന ബട്ടക്സ് പാഡ്സും ഷേപ്പ് സ്കേർട്സും ഇവിടെയുണ്ട്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നിയർ ചേലക്കര പോലീസ് സ്റ്റേഷൻ, ഓപ്പോസിറ്റ് സേവ് മാർട്ട് സൂപ്പർ മാർക്കറ്റ്. ദേശമംഗലം പള്ളം കൊറ്റമ്പത്തൂർ ഗ്രാമത്തിലുണ്ടായ കനത്ത മണ്ണിടിച്ചിലിൽ ഭീതിയിലായ ജനങ്ങൾക്ക് അടിയന്തര സുരക്ഷ ഉറപ്പാക്കുന്നതിനു വേണ്ടി തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കനത്ത മഴയെ തുടർന്ന് ദേശമംഗലം പള്ളം കൊറ്റമ്പത്തൂർ ഗ്രാമത്തിൽ മണ്ണിടിച്ചിലുണ്ടായതോടെ പ്രദേശവാസികൾ കനത്ത ഭീതിയിലാണ്. അടിയന്തര സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ജനങ്ങൾ രംഗത്തിറങ്ങിയതോടെ തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ സി സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള ഉന്നത സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. 19 വീട്ടുകാർ താമസിക്കുന്ന ഈ പ്രദേശത്ത് ജനങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളവും മഴവെള്ളവും ഒഴുകിപ്പോകാൻ ശാസ്ത്രീയമായി യാതൊരു സംവിധാനവും ഒരുക്കിയിട്ടില്ലെന്നും ഇതാണിപ്പോൾ ഉണ്ടായ മണ്ണിടിച്ചിലിന് കാരണമെന്നും തഹസിൽദാർ പറഞ്ഞു. ഇതിനായി അടിയന്തരമായി ശാസ്ത്രീയ സംവിധാനം ഒരുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ, സ്ഥിരം സമിതി അധ്യക്ഷൻ PS ലക്ഷ്മണൻ തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും ചെറുതുരുത്തി SI സതീഷ് കുമാർ, സ്പെഷ്യൽ ബ്രാഞ്ച് SI സലീം എന്നിവരും സംഭവസ്ഥലത്തെത്തിയിരുന്നു. സുരക്ഷ കണക്കിലെടുത്ത് ഭീഷണി നേരിടുന്ന കുടുംബങ്ങളോട് അടിയന്തരമായി മാറി താമസിക്കാൻ കഴിഞ്ഞ ദിവസം തന്നെ വില്ലേജ് ഓഫീസർ ഫിറോസ് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും അടുത്ത 3 ദിവസം കൂടി കാലവർഷം ശക്തിപ്പെടുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ സമീപവാസികൾ വലിയ ആശങ്കയിലാണ്. ന്യൂസ് ഡെസ്ക് CCV.